ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലിറ്റ്വേർഡ്സ് നോട്ട്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG കോമൺ ഇംഗ്ലീഷ് പേപ്പർ BA ആൻഡ് MA ഇംഗ്ലീഷ് എന്നിവയുടെ നോട്ട്സും സമ്മറികളും ലിറ്റ്വേർഡ്സ് ഓഫർ ചെയ്യുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. BA, BSc, BCom സെക്കൻഡ് സെമസ്റ്റർ കോമൺ കോഴ്സായ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് ഫസ്റ്റ് മൊഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രസി ആൻഡ് ഫ്രീഡം. ഒന്നാമത്തെ ലെസൺ വെൻ സാലിഹൻ ടുക്ക് ഓൺ ദ രാജ് ബൈ P. സായിനാഥ്. ഈ ലെസണിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. Let's begin answering short answer type questions. Question 1. Why is Demadi Desabar called the Salihan? Demadi Desabar എന്തുകൊണ്ടാണ് സാലിഹൻ എന്ന് വിളിക്കപ്പെടുന്നത്? ആൻസർ: ദമതി ദൈസബർ is called Salihan after the village in Nuwapara district where she was born. ദമതി ദൈസബർ ജനിച്ച നുവാപദ ജില്ലയിലെ ഗ്രാമത്തിൻ്റെ പേരിലാണ് അവർ സാലിഹൻ എന്ന് വിളിക്കപ്പെടുന്നത്. Question 2. What made ദമതി ദൈസബർ ലൂസ് ഹർ ടെമ്പർ? ദമതി ദൈസബറിനെ രോഷാകുലയാക്കിയത് എന്താണ്? അവർ ദേഷ്യം പിടിച്ചത് എന്തുകൊണ്ടാണ്? ദമതി ദൈസബർ lost her temper when she received news that her father had been assaulted by the British police and their village was being attacked and tortured. ബ്രിട്ടീഷ് പോലീസ് തൻ്റെ പിതാവിനെ ആക്രമിച്ചുവെന്നും അവർ തങ്ങളുടെ ഗ്രാമം ആക്രമിച്ച് അഗ്നിക്കിരയാക്കുന്നു എന്നുമുള്ള വാർത്ത കേട്ടപ്പോഴാണ് ദമതി ദൈസബർ രോഷാകുലയായത്. Question 3. Why did the women take lathis as they went to work in the fields and forest? ഫോറസ്റ്റിലോ വയലിലോ ജോലിക്ക് പോകുന്ന സമയത്ത് സ്ത്രീകൾ എന്തിനാണ് ലാത്തികൾ കയ്യിലെടുത്തത്? The women took lathis as they went to work in the fields of forest as a means of protection against wild animals. വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണ മാർഗമെന്ന നിലയിലാണ് ഫീൽഡിലോ അതല്ലെങ്കിൽ ഫോറസ്റ്റിലോ ജോലിക്ക് പോകുമ്പോൾ സ്ത്രീകൾ വടികൾ, ലാത്തികൾ കയ്യിലെടുത്തത്. Question 4. What is page 3 of a newspaper? ഒരു പത്രത്തിൻ്റെ പേജ് 3 എന്താണ്? പേജ് 3 refers to a section of newspaper that typically features articles, photographs and gossip about celebrities, socialites and glamorous events. സെലിബ്രിറ്റികൾ, സാമൂഹിക പ്രവർത്തകർ, മറ്റ് ഗ്ലാമറസ് ഈവൻറ്റുകൾ എന്നിവയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ്, ഫോട്ടോസ്, ഗോസിപ്പുകൾ എന്നിവ സാധാരണയായി പ്രത്യക്ഷപ്പെടുന്ന പത്രത്തിൻ്റെ ഭാഗമാണ് പേജ് 3. Question 5. How did Salihan and women came to know of the attack by the British police on their village? തങ്ങളുടെ ഗ്രാമത്തിൽ ബ്രിട്ടീഷ് പോലീസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് സാലിഹനും സ്ത്രീകളും എങ്ങനെയാണ് അറിഞ്ഞത്? They came to know of the attack by the British police on their village when a youngster from their village named Saliha raced to them, informing them about the situation. തങ്ങളുടെ സലിഹ എന്ന ഗ്രാമത്തിൽ നിന്നും ഒരു യുവാവ് അവരുടെ അടുത്തേക്ക് ഓടിയെത്തി അവിടെയുള്ള സ്ഥിതിഗതികൾ അറിയിച്ചപ്പോഴാണ് ബ്രിട്ടീഷ് പോലീസ് തങ്ങളുടെ ഗ്രാമത്തിന് നേരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ദമതി ദൈസബർ അറിഞ്ഞത്. Question 6. There is a spark in those eyes that is still new. ഈ ഒരു സെൻറ്റൻസ് വിശദീകരിക്കുക. ആൻസർ: Even in her old age, Salihan still has a lively and energetic presence that you can see in her eyes, even though her body may not be as strong. This shows how strong and determined she is. തൻ്റെ വാർദ്ധക്യത്തിൽ സാലിഹൻ്റെ ശരീരം അത്ര തന്നെ സ്ട്രോങ് അല്ലെങ്കിലും അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും കാണാൻ കഴിയുന്ന ചടുലവും ഊർജ്ജസ്വലവുമായ ഒരു പ്രസൻസ് ഉണ്ട്. അവർ എത്ര ശക്തിയും ദൃഢനിശ്ചയവുമുള്ളവളാണെന്ന് ഇത് കാണിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. What did Salihan and other Adivasi women do hearing about the attack on their village by the British police? തങ്ങളുടെ ഗ്രാമത്തിൽ ബ്രിട്ടീഷ് പോലീസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് കേട്ട് ദമതി ദൈസബർ എന്ന സാലിഹനും മറ്റ് ആദിവാസി സ്ത്രീകളും എന്താണ് ചെയ്തത്? ആൻസർ: Upon learning of the British police attack on their village, Salihan and her fellow Adivasi women bravely sprang into action. തങ്ങളുടെ ഗ്രാമത്തിനെതിരായ ബ്രിട്ടീഷ് പോലീസിൻ്റെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സാലിഹനും അവളുടെ കൂട്ടത്തിലുള്ള ആദിവാസി സ്ത്രീകളും ധീരമായി തന്നെ രംഗത്തിറങ്ങി. Quickly returning armed with lathis, they confronted the intruders, determined to safeguard their homes and families. ധൃതിയിൽ ലാത്തികളുമായി മടങ്ങിയ അവർ അവരുടെ വീടുകളും കുടുംബങ്ങളും സംരക്ഷിക്കുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് കടന്നുകയറ്റക്കാരെ നേരിട്ടു. Salihan took the lead, fearlessly engaging an armed British officer, while the other women joined in, wielding their lathis to resist and counter the raiding force. ഇതിന് നേതൃത്വം നൽകിയത് സാലിഹനാണ്. സായുധനായ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ നിർഭയമായി തന്നെ അവൾ നേരിട്ടു. മറ്റു സ്ത്രീകളോടൊപ്പം ചേർന്ന് റെയ്ഡിങ്ങിനെത്തിയ ബ്രിട്ടീഷ് സേനയെ ചെറുക്കാനും നേരിടാനും അവർ ലാത്തി വീശി. Their combined courage and determination showcased a resolute defiance against oppressive British rule and an unwavering commitment to protecting their community. അവരുടെ കൂട്ടായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടമാക്കുന്നത് അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ധിക്കാരവും അവരുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുമാണ്. Question 2. What was the condition of Salihan when the writer visited her years later? വർഷങ്ങൾക്ക് ശേഷം റൈറ്റർ അവരെ സന്ദർശിച്ചപ്പോൾ സാലിഹൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആൻസർ: Years later,
When the writer visited Salihan, they found her in a state of decline and facing adversity. വർഷങ്ങൾക്ക് ശേഷം റൈറ്റർ സാലിഹനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവരെ തളർച്ചയും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുന്നതായിട്ട് കണ്ടെത്തി. സാലിഹൻ ഹാഡ് ബിക്കം വെരി തിൻ ആൻഡ് സ്കിനി, വാസ് ലൂസിംഗ് ഹർ ഐസൈറ്റ് ആൻഡ് ലിവ്ഡ് ഇൻ പോവർട്ടി ഇൻ ബാക്ക ഡിസ്ട്രിക്ട്. സാലിഹൻ അവരുടെ ശരീരം വളരെ മെലിഞ്ഞ് ശോഷിച്ചു, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ബർഗഡ് ജില്ലയിൽ ദാരിദ്ര്യത്തിൽ കഴിയുകയായിരുന്നു അവർ. ഡിസ്പൈറ്റ് ഹർ ഫിസിക്കൽ ഡിറ്റീരിയോറേഷൻ, എ ട്രേസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി ലിങ്കേർഡ് ഓൺ ഹർ ഫേസ്, റിഫ്ലക്റ്റിംഗ് ദ റെസിലിയൻസ് ആൻഡ് ദാറ്റ് ഡിഫൈൻഡ് ഹർ ഏർലിയർ ഇയേഴ്സ്. അവർ ശാരീരികമായ തളർച്ച ഉണ്ടായിരുന്നിട്ടും ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒരംശം അവരുടെ മുഖത്ത് അപ്പോഴും നിലനിന്നിരുന്നു. അത് മുൻ വർഷങ്ങളിൽ അവരായി മാറ്റിയ ദൃഢനിശ്ചയത്തെ പ്രതിഫലിപ്പിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി സാലിഹൻ ഹാഡ് റിസീവ്ഡ് ലിറ്റിൽ റെക്കഗ്നിഷൻ ഓർ സപ്പോർട്ട് ഫോർ ഹർ ഹീറോയിസം. നിർഭാഗ്യവശാൽ സാലിഹന് അവരുടെ വീരത്വത്തിന് ചെറിയ അംഗീകാരമോ പിന്തുണയോ ഒന്നും ലഭിച്ചിരുന്നില്ല. ലിവിംഗ് ഇൻ പോവർട്ടി വിതൗട്ട് എ പെൻഷൻ ഓർ അസിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, her current condition sharply contrasted with her past valor, underscoring the neglect and indifference of society towards its true heroes. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷനോ സഹായമോ ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അവരുടെ നിലവിലെ അവസ്ഥ അവരുടെ കഴിഞ്ഞകാല ധീര ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് സമൂഹത്തിൻ്റെ യഥാർത്ഥ നായകന്മാരോടുള്ള അവഗണനയും നിസ്സംഗതയും തുറന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റൈറ്റർ സേ ദാറ്റ് ദ പ്രൈം ടൈം ഈസ് നോട്ട് ഫോർ ഹർ? ടി വിയിലെ പ്രൈം ടൈം ദേമതി സബർ പോലെയുള്ളവർക്കുള്ളതല്ലെന്ന് എന്തുകൊണ്ടാണ് ഓദർ പറയുന്നത്? The writer is saying that Salihan isn't highlighted during the most important TV time because the media and the society focus more on unimportant things and famous people who aren't necessarily heroes. മാധ്യമങ്ങളും സമൂഹവും തീരെ അപ്രധാനമായ കാര്യങ്ങളിലും യഥാർത്ഥ നായകന്മാരല്ലാത്ത പ്രശസ്തരായ ആളുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലാണ് സാലിഹൻ ഏറ്റവും പ്രധാനപ്പെട്ട TV സമയത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തതെന്ന് റൈറ്റർ പറയുന്നു. സാലിഹൻ ഷോഡ് ഇൻക്രെഡിബിൾ ബ്രേവറി ആൻഡ് സാക്രിഫൈസ് by fighting against the British, but she doesn't fit the glamorous image that the media usually showcases. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ സാലിഹൻ അസാമാന്യമായ ത്യാഗവും ധൈര്യവും കാണിച്ചു. പക്ഷേ മാധ്യമങ്ങൾ സാധാരണയായി കാണിക്കാറുള്ള ഗ്ലാമറസ് ഇമേജിന് പറ്റിയ ആളല്ല അവർ. The writer thinks it's a problem that people like Salihan who fought for freedom and justice don't get attention they deserve. സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയ സാലിഹനെ പോലെയുള്ളവർക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തത് ഒരു പ്രശ്നമാണെന്ന് ഓദർ കരുതുന്നു. The media, according to the writer, should use their best time to recognize and appreciate the contributions of people like Salihan. ദേമതി ദൈ സബർ എന്ന സാലിഹനെ പോലെയുള്ളവരുടെ സംഭാവനകളെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും നല്ല സമയം ഉപയോഗപ്പെടുത്തണമെന്ന് ഓദർ പറയുന്നു. Question 4. What is the theme of the poem for Demadi Sabar Salihan? ഈ പേരുള്ള ദേമതി സബർ സാലിഹൻ എന്ന പോയത്തിൻ്റെ കവിതയുടെ തീം എന്താണ്? ആൻസർ. The poem for Demadi Sabar Salihan focuses on celebrating and honoring the bravery of Salihan as a freedom fighter. For Demadi Sabar Salihan എന്ന കവിത ഒരു സ്വാതന്ത്ര്യ സമരസേനാനി എന്ന നിലയിൽ ദേമതി ദൈ സബർ എന്ന സാലിഹൻ്റെ ധീരതയെ ആദരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നു. ഇറ്റ് ഹൈലൈറ്റ്സ് ഹർ courageous confrontation with a British officer during the Saliha uprising, emphasizing her determination to protect her village and resist the oppression. തൻ്റെ ഗ്രാമത്തെ സംരക്ഷിക്കാനും അടിച്ചമർത്തലിനെ ചെറുക്കാനുമുള്ള അവളുടെ നിശ്ചയദാർഢ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സാലിഹൻ എന്ന കലാപകാലത്ത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമായുള്ള അവരുടെ ധീരമായ ഏറ്റുമുട്ടലിനെ ഈ കവിത പ്രാധാന്യം നൽകുന്നു. The poem criticizes a society that tends to forget or overlook true heroes like Salihan, emphasizing the superficial values of fame and materialism. പ്രശസ്തിയുടെയും ഭൗതികതയുടെയും സൂപ്പർഫിഷ്യലായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സാലിഹനെ പോലെയുള്ള യഥാർത്ഥ നായകരെ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹത്തെ ഈ കവിത വിമർശിക്കുന്നു. The theme underscores the importance of remembering and honoring those who fought for freedom and justice, criticizing a society that fails to recognize and appreciate their sacrifices. സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയവരെ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഈ കവിത ഊന്നി പറയുന്നു. അവരുടെ ത്യാഗങ്ങളെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും പരാജയപ്പെടുന്ന ഒരു സമൂഹത്തെ വിമർശിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് essay type questions. Answer the following questions in about 300 words. How does the writer portray the hollowness of the society that forgets fighters like Salihan and focuses on celebrities? സാലിഹനെ പോലെയുള്ള പോരാളികളെ മറന്ന് സെലിബ്രിറ്റികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ പൊള്ളത്തരം എങ്ങനെയാണ് ഓദർ ചിത്രീകരിക്കുന്നത്? In P. Saina's exploration of societal values,
A troubling truth emerges in the glare of celebrity narrative. Heroes like Salihan are left forgotten. പി സായിനാഥിന്റെ സാമൂഹ്യ മൂല്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സത്യം അദ്ദേഹം തുറന്നു കാണിക്കുന്നു. സെലിബ്രിറ്റി വിവരണങ്ങൾ കൊണ്ടാടുമ്പോൾ സാലിഹനെ പോലെയുള്ള നായകന്മാരെ സമൂഹം മറന്നുപോകുന്നു. Sainath's critics this skewed focus, prompting a closer look at the culture that often prizes fleeting fame over genuine courage. പി സായിനാഥ് വളച്ചൊടിക്കപ്പെടുന്ന ഇത്തരം ഫോക്കസിങ്ങിനെ വിമർശിക്കുന്നു. യഥാർത്ഥ ധീരപ്രവർത്തനത്തെക്കാൾ ക്ഷണികമായിട്ടുള്ള പ്രശസ്തിയെ വിലമതിക്കുന്ന പ്രവണതയെ അടുത്തറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. Sainath, a seasoned journalist and astute writer, guides us through a society seemingly adrift in its values. പരിചയസമ്പന്നനായ പത്രപ്രവർത്തകനും സമർത്ഥനായ എഴുത്തുകാരനുമായ സായിനാഥ് സാമൂഹ്യ മൂല്യങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സമൂഹത്തിലൂടെ നമ്മെ വഴി നടത്തുന്നു. He spotlights Salihan, an Adivasi freedom fighter confronting oppression during the Saliha uprising in 1930. 1930 സലിഹ പ്രക്ഷോഭത്തിനിടെ അടിച്ചമർത്തലിനെ നേരിടുന്ന ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനിയായ സാലിഹൻ എന്ന ദേമതി ദേശബറിനെ അദ്ദേഹം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. Yet, as Sainath poignantly reveals, her courageous acts fade behind the superficial glow of celebrity stories. എന്നിട്ടും സായിനാഥ് തുറന്നടിക്കുന്നത് പോലെ സെലിബ്രിറ്റി കഥകളുടെ ഉപരിപ്ലവമായ തിളക്കത്തിനു പിന്നിൽ സാലിഹൻ എന്ന വനിതയുടെ ധീരമായ പ്രവൃത്തികൾ മങ്ങിപ്പോകുന്നു. At the core is society's fixation on celebrity culture fueled by mainstream media. മുഖ്യധാര മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സെലിബ്രിറ്റി സംസ്കാരത്തിൽ സമൂഹത്തിന്റെ അഭിനിവേശമാണ് ഈ പ്രവണതയുടെ പ്രധാന കാരണം. Sainath, through concise prose, dissects this trend, exposing its role in obscuring the sacrifices of figures like Salihan. സാലിഹനെ പോലുള്ള വ്യക്തികളുടെ ത്യാഗങ്ങൾ മറച്ചു വെക്കുന്നതിൽ അതിൻ്റെ പങ്ക് തുറന്നു കാട്ടിക്കൊണ്ട് സംക്ഷിപ്തമായ ഈ ഗദ്യത്തിലൂടെ സായിനാഥ് ഈ പ്രവണതയെ കീറി പരിശോധിക്കുന്നു. In a world dominated by headlines of trivial pursuits, Sainath's narrative calls for introspection, urging society to re-evaluate its values and recognize those who fought for justice and freedom. നിസ്സാര കാര്യങ്ങളുടെ ഹെഡിങ്ങുകൾ പത്രങ്ങളിൽ വെട്ടക്കാക്ഷരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ലോകത്ത് സായിനാഥിൻ്റെ ഈ ആഖ്യാനം ആത്മപരിശോധനയ്ക്ക് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സമൂഹത്തെ അതിൻ്റെ മൂല്യങ്ങൾ പുനർമൂല്യനിർണ്ണയം ചെയ്യാനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്നവരെ അംഗീകരിക്കാനും പ്രേരിപ്പിക്കുന്നു. Salihan's later years, marked by poverty and the absence of recognition, contrast sharply with the adulations bestowed upon celebrities. ദാരിദ്ര്യവും അംഗീകാരത്തിൻ്റെ അഭാവവും കൊണ്ട് അടയാളപ്പെടുത്തിയ സാലിഹൻ്റെ പിന്നീടുള്ള വർഷങ്ങൾ സെലിബ്രിറ്റികൾക്ക് നൽകപ്പെടുന്ന അമിത സ്തുതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. Sainath's portrayal of this dichotomy exposes the hollowness in a culture neglecting genuine heroes. യഥാർത്ഥ നായകരെ അവഗണിക്കുന്ന ഒരു സംസ്കാരത്തിലെ പൊള്ളത്തരമാണ് സായിനാഥിൻ്റെ ഈ താരതമ്യം തുറന്നു കാണിക്കുന്നത്. As students, we are prompted to question the priorities sustaining this neglect and consider preserving the sacrifices of individuals like Salihan in the collective conscience. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ അവഗണനയ്ക്ക് കാരണമാകുന്ന മുൻഗണനാക്രമത്തെ ചോദ്യം ചെയ്യാനും സാലിഹനെ പോലുള്ള വ്യക്തികളുടെ ത്യാഗങ്ങൾ സമൂഹത്തിൻ്റെ പൊതു മനസ്സാക്ഷിയിൽ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും നമ്മോട് ആവശ്യപ്പെടുന്നു ഈ കവിത. P. Sainath's exploration of society's neglect of heroes in Salihan's tale unveils a compelling narrative. സാലിഹൻ്റെ കഥയിലെ യഥാർത്ഥ ഹീറോകളോടുള്ള സമൂഹത്തിൻ്റെ അവഗണനയെക്കുറിച്ചുള്ള അന്വേഷണം വളരെ ശ്രദ്ധേയമായ ഒരു ആഖ്യാനമാണ്. Through his insightful analysis, students are encouraged to critically examine cultural values. അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുള്ള വിശകലനത്തിലൂടെ സാംസ്കാരിക മൂല്യങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു. Sainath's narrative acts as a powerful lesson, urging us to prioritize substance over superficiality and celebrate the enduring courage and resilience of heroes like Salihan. സായിനാഥിൻ്റെ ആഖ്യാനം സമൂഹത്തിന് ശക്തമായൊരു പാഠമാണ്. സൂപ്പർഫിഷ്യാലിറ്റിയേക്കാൾ യാഥാർത്ഥ്യത്തിന് മുൻഗണന നൽകാനും സാലിഹനെ പോലെയുള്ള നായകരുടെ ശാശ്വതമായ ധൈര്യവും പ്രതിരോധശേഷിയും ഉദ്ഘോഷിക്കാനും ഈ കവിത നമ്മെ പ്രേരിപ്പിക്കുന്നു. Question 2. Compare the past glory and the present dire condition of Salihan caused by the indifference of society. സമൂഹത്തിൻ്റെ നിസ്സംഗത മൂലമുണ്ടാകുന്ന സാലിഹൻ്റെ ഭൂതകാല പ്രതാപവും സമൂഹത്തിൻ്റെ നിസ്സംഗത മൂലമുണ്ടാകുന്ന അവരുടെ ഇന്നത്തെ ദാരുണമായ അവസ്ഥയും താരതമ്യം ചെയ്യുക. Salihan, an Adivasi freedom fighter of Odisha, was once a symbol of strength and defiance during the Saliha uprising in 1930. ഒഡീഷയിലെ ഒരു ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ദേമതി ദേശബർ ഒരിക്കൽ 1930 സാലിഹ കലാപകാലത്ത് ശക്തിയുടെയും ഡിഫയൻസിൻ്റെയും പ്രതീകമായിരുന്നു. P. Sainath, through his poignant narrative, draws attention to the stark contrast between Salihan's past glory and her present dire condition, emphasizing the profound impact of society's indifference on a once celebrated hero. P. Sainath തൻ്റെ തീവ്രമായ ആഖ്യാനത്തിലൂടെ സാലിഹൻ്റെ ഭൂതകാല പ്രതാപവും അവളുടെ ഇന്നത്തെ ദയനീയാവസ്ഥയും തമ്മിലുള്ള തീവ്ര വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒരിക്കൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും ഇന്ന് സമൂഹത്തിൻ്റെ നിസ്സംഗതയുടെ ആഴത്തിലുള്ള സ്വാധീനം ഇത് ചിത്രീകരിക്കുന്നു. In the glory of the past,
Salihan stood tall, fearlessly confronting the British police during the Saliha uprising. ഈ ഒരു കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ നിർഭയമായി നേരിട്ട സാലിഹൻ ഭൂതകാലത്തിൻ്റെ പ്രതാപത്തിൽ തലയുയർത്തി നിന്നിരുന്നു. Her bravery, along with that of 40 other young women, became a beacon of resistance against oppression. 40 യുവതികൾക്കൊപ്പം അവളുടെ ധീരപ്രവൃത്തി അടിച്ചമർത്തലിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ബീക്കണായി മാറി, പ്രകാശഗോപുരമായി മാറി. Fast forward to the present. Salihan's life is marked by poverty and neglect, painting a grim picture of the consequences of society's indifference. വർത്തമാനകാലത്തെ സാലിഹന്റെ ജീവിതം ദരിദ്രവും അവഗണനയും കൊണ്ട് നിറഞ്ഞതാണ്. ആ ജീവിതം സമൂഹത്തിന്റെ നിസ്സംഗതയുടെ അനന്തരഫലങ്ങളുടെ ഭീകരമായ ചിത്രം വരച്ചു കാണിക്കുന്നു. During the uprising, Salihan's father Karthik Sabr was shot and her response to the attack showcased her indomitable spirit. കലാപത്തിനിടെ സാലിഹന്റെ പിതാവ് കാർത്തിക് സബറിന് വെടിയേറ്റു. ആ ആക്രമണത്തോടുള്ള അവളുടെ പ്രതികരണം അവളുടെ അദമ്യമായ മനോഭാവം പ്രകടമാക്കുന്നു. However, the years have not been kind to Salihan. എന്നിരുന്നാലും തുടർന്ന് വന്ന വർഷങ്ങൾ സാലിഹിനോട് ദയ കാണിച്ചില്ല. ഇൻ ലേറ്റർ ലൈഫ് ഷി ലിവ്സ് ഇൻ ഡിഗ്രേഡിംഗ് പോവർട്ടി ഇൻ ബാക്ക ഡിസ്ട്രിക്ട്. പിന്നീടുള്ള ജീവിതത്തിൽ അവർ ബാഗഡ് ജില്ലയിൽ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ഹർ ഇൻക്രെഡിബിൾ കറേജ്, അൺറിവാർഡഡ് ആൻഡ് ലാർജ്ലി ഫോർഗറ്റൻ ഔട്ട്സൈഡ് ഹർ വില്ലേജ്, സ്റ്റാൻഡ്സ് ഇൻ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ടു ദി അലയൻസ് ഓഫ് വെൽത്ത് ദാറ്റ് നൗ ഡോട്ട് ദ റീജിയൻ ബെനിഫിറ്റിംഗ് ഫ്രം ദ ഫ്രീഡം ഷീ ഫോട്ട് ഫോർ. അവളുടെ അവിശ്വസനീയമായ ധൈര്യം തീരെ അംഗീകാരം ലഭിക്കാത്തതും അവളുടെ ഗ്രാമത്തിന് പുറത്ത് അറിയപ്പെടാതെ പോയതുമാണ്. അതവൾ പോരാടിയ സ്വാതന്ത്ര്യത്തിൽ നിന്നും പ്രയോജനം നേടുന്ന ഇപ്പോൾ ഈ പ്രദേശത്തെ സമ്പന്ന ജീവിതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്നു. ദി ഇൻഡിഫറൻസ് ഓഫ് സൊസൈറ്റി ഈസ് എവിഡന്റ് ഇൻ സാലിഹൻസ് പ്രസന്റ് ഡയർ കണ്ടീഷൻ. സമൂഹത്തിന്റെ നിസ്സംഗതയാണ് സാലിഹന്റെ ഇന്നത്തെ ദയനീയാവസ്ഥയിൽ വ്യക്തമാകുന്നത്. While she stood against the brute force of the British, today she struggles to make ends meet, lacking pension or assistance from either the central or state government. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ശക്തിക്കെതിരെ നിലകൊണ്ടപ്പോൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷനോ സഹായമോ ഇല്ലാതെ അവർ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. The region, once a battleground for freedom, is now dominated by feudals who were collaborators of the Raj, benefiting more from the very freedom Salihan fought for. ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ട ഭൂമിയായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്യത്തിന്റെ സഹകാരികളായിരുന്ന ഫ്യൂഡലുകളുടെ ആധിപത്യത്തിലാണ്. സാലിഹൻ പോരാടിയ സ്വാതന്ത്ര്യത്തിൽ നിന്നും നേട്ടമുണ്ടാക്കിയത് അവരാണ്. Salihan's journey from past glory to present neglect is a poignant reflection of the consequences of societal indifference. ഭൂതകാല പ്രതാപത്തിൽ നിന്നും വർത്തമാനകാല അവഗണനയിലേക്കുള്ള സാലിഹന്റെ യാത്ര സമൂഹത്തിന്റെ അനാസ്ഥയുടെ അനന്തരഫലങ്ങളുടെ തീക്ഷ്ണമായ പ്രതിഫലനമാണ്. Her heroic acts, once celebrated, now echo in the shadows of poverty and obscurity. ഒരിക്കൽ ആഘോഷിക്കപ്പെട്ട അവളുടെ വീരകൃത്യങ്ങൾ ഇപ്പോൾ ദാരിദ്ര്യത്തിന്റെയും അവ്യക്തതയുടെയും നിഴലിൽ പ്രതിധ്വനിക്കുന്നു. P. Saina's narrative urges us to confront the uncomfortable truth that heroes like Salihan, who fought for the very freedom we enjoy, are often discarded and forgotten. നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ സാലിഹനെ പോലെയുള്ള ധീര യോദ്ധാക്കൾ പലപ്പോഴും മറക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന അസുഖകരമായ സത്യത്തെ അഭിമുഖീകരിക്കാൻ പി സൈനാഥിൻ്റെ ഈ നെഗറ്റീവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. As we reflect on her journey, it becomes imperative to recognize the profound impact of indifference on the lives of those who once stood as pillars of resistance, only to fade into the unnoticed corners of history. അവളുടെ ജീവിത യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെറുത്തുനിൽപ്പിന്റെ തൂണുകളായി നിലകൊണ്ടവരുടെ ജീവിതങ്ങൾ ചരിത്രത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത കോണുകളിലേക്ക് മാഞ്ഞു പോകും വിധം അവഗണിക്കുന്നതിൻ്റെ ആഘാതം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ഇതോടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.